നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ. നമുക്ക് ഇന്ന് സൈക്കോളജിയെ കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകളും അവരുടെ ഫാക്ട്സും ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രോങ് ആയുള്ള ആളുകളിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് തെറ്റായൊരു ധാരണയാണ്. സ്ട്രോങ് ആയുള്ള ആളുകളിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള കണ്ടീഷൻസ് കണ്ടുവരാറുണ്ട്. ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. പല രീതിയിലും ഡിപ്രഷൻ റിഫ്ലക്റ്റ് ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റ് പോവുക, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക, സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാവുക, അതൊക്കെ ഡിപ്രഷൻ്റെ സൈനാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂട്ടുമെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. വളരെ തെറ്റാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ആശ്വാസങ്ങളും കിട്ടാൻ ഹെൽപ്ഫുള്ളായിരിക്കും. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല, വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. കുട്ടികളിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് പറയുന്നതും തെറ്റായൊരു ധാരണയാണ്. കുട്ടികളിലും കണ്ടുവരാറുണ്ട്. ഓവർ തിങ്കിങ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളുടെ സൈനാണെന്ന് പറയുന്നത് തെറ്റായൊരു ധാരണയാണ്. ഓവർ തിങ്കിങ് ശരിക്കും നമ്മുടെ സ്ട്രെസ് റെസ്പോൺസ് ആണ്. നമ്മുടെ മൈൻഡ് കാം ആണെങ്കിൽ എപ്പോഴും ബെറ്റർ തിങ്കിങ് ആണ് ഉണ്ടാവുക. മെഡിക്കേഷൻ ചെയ്യൽ മാത്രമാണ് നമ്മൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നുള്ള ഒരു രക്ഷ നേടാനുള്ള ഒരു വഴിയെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, നമുക്ക് ഇമോഷണൽ അവയർനെസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, കൗൺസിലിംഗ് ഒക്കെ വഴി ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാവുന്നതാണ്. ഇമോഷൻസ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ മതി, ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. തെറ്റാണ്. അത് നമുക്ക് പല രീതിയിലുള്ള മറ്റ് ഫിസിക്കൽ സൈൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ കാണും. ഹെഡ് ഏക്ക്, ബോഡി ഏക്ക് പോലുള്ള പ്രശ്നങ്ങളായിട്ട് ഇമോഷൻസ് ഇഗ്നോർ ചെയ്യുന്നത് വഴി ആളുകൾ സഫർ ചെയ്യാറുണ്ട്. അതേപോലെ സൈക്കോളജി എപ്പോഴും നമുക്ക് സീരിയസ് കേസസിന് മാത്രമാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. തെറ്റാണ്. നമ്മുടെ ഡെയിലി സ്ട്രെസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, സെൽഫ് എസ്റ്റീം ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.